മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 311 എപ്പിസോഡിൽ ഓറം മെറ്റാലിക്കം എന്ന അധ്യായത്തിൻ്റെ 6ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് അതിൻ്റെ സവിശേഷമായ മൂക്കുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ് പറയുന്നത്. മൂക്കിൻ്റെ ഒരു സിഫിലിറ്റിക് കണ്ടീഷൻ, മൂക്കിൻ്റെ അസ്ഥികൾ ദ്രവിച്ചു പോയി അത് ഒന്നുമില്ലാതായിട്ട് അതിനെ സുഖപ്പെടുത്തിയ ഒരു അനുഭവം കെൻ്റ് ഇവിടെ പറയുന്നുണ്ട്. അതിനുവേണ്ടി സ്പെസിഫിക്കായിട്ട് വരുന്ന 3 ഔഷധങ്ങൾ, അത് ഓർമ്മ അടക്കം, അതിനെക്കുറിച്ച് കെൻ്റ് പറയുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഓറം ഈസ് ഫുൾ ഓഫ് നേസൽ ട്രബിൾസ് വിത്ത് ഫെറ്റഡ് ഡിസ്ചാർജ്. അല്ലാതെ ദുർഗന്ധം ഉണ്ടാക്കുന്ന സ്രവങ്ങളോടുകൂടിയ മൂക്ക് സംബന്ധമായ നിരവധി പ്രശ്നങ്ങൾ ഓറത്തിൽ നമുക്ക് കാണാൻ പറ്റും. ദ ബോൺസ് ഓഫ് ദ നോസ് നെക്രോസ്, സിഫിലിറ്റിക് നെക്രോസിസ്. ദ നോസ് ഫ്ലാറ്റൻസ് ഡൗൺ, ദ ബോൺസ് ആർ ഡിസ്ചാർജ്. അപ്പോൾ മൂക്കിലെ അസ്ഥികൾ ദ്രവിച്ചു പോയിട്ട് ഒരു സിഫിലിറ്റിക് നേച്ചറുള്ള ഒരവസ്ഥയാണത്. എന്നിട്ട് മൂക്ക് പതിഞ്ഞുപോയി, അസ്ഥികളാണല്ലോ ഒരു ഷേപ്പ് കൊടുക്കുന്നത്, പതിഞ്ഞുപോയി. എന്നിട്ട് ഡിസ്ചാർജ് വരുമ്പോൾ അസ്ഥികളെ ദ്രവിച്ച അസ്ഥികളുടെ കഷ്ണങ്ങൾ പോലും പുറമേക്ക് വരും. അങ്ങനത്തെ അത്രയ്ക്ക് ഭീകരമായ ഒരവസ്ഥ. അപ്പം അത് ഇപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കുഷ്ഠരോഗികളുടെ ചിത്രം വന്നു കാണും. ആ ഒരു വാക്ക് പറയുന്നില്ലെങ്കിലും നമുക്ക് ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് നമുക്കതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാവുന്നതാണ്. യു സീ ദീസ് പീപ്പിൾ വാക്കിംഗ് അബൌട്ട് വിത്ത് ഫ്ലാറ്റൻഡ് ഡൗൺ നോസ് ആൻഡ് ഇഫ് യു ഗെറ്റ് നിയർ ഇനഫ് ടു ദം ദ സ്റ്റെഞ്ച് വിൽ ബി ഒബ്സർവ്ഡ്. അപ്പോൾ ഇങ്ങനെ പതിഞ്ഞ മൂക്കുമായിട്ട് നടക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാം. അവരുടെ അടുത്ത്, വേണ്ടത്ര അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ മൂക്കിൽ നിന്ന് വരുന്ന ദുർഗന്ധം നിങ്ങൾക്ക് ലഭിക്കും. ദേ ആർ നിയർലി ഓൾ സിഫിലിറ്റിക്സ്. അവർ മിക്കവരും തന്നെ ഏതാണ്ട് സിഫിലിറ്റിക് ആണ്. എ ഫ്യൂ റെമഡീസ് ഹാവ് ദ പവർ ടു ക്യൂറിങ് ദിസ് സിഫിലിറ്റിക് നോസ് കണ്ടീഷൻ. ഓറം, മെർക്കുറി ആൻഡ് ഹെപ്പാർ ആർ 3 ഓഫ് ദം. അപ്പോൾ ചുരുക്കം ഔഷധങ്ങൾ മാത്രമേ ഇത്തരം സിഫിലിറ്റിക് നേച്ചറുള്ള മൂക്കിൻ്റെ പ്രശ്നങ്ങളെ കവർ ചെയ്യുന്നുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട 3 എണ്ണമാണ് എൻ്റെ പറയുന്നത്: ഓറം, മെർക്കുറി, ഹെപ്പാർ. ഇത് 3 നമ്മൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞ ഔഷധങ്ങളാണ്. ഐ ഹാവ് ക്യൂർഡ് ദിസ് സ്റ്റേജ് എ നമ്പർ ഓഫ് ടൈംസ് വിത്ത് ഹെപ്പാർ. ഹെപ്പാർ ഉപയോഗിച്ചുകൊണ്ട് പല സന്ദർഭങ്ങളിലും ഇത്തരം അവസ്ഥയെ താൻ സുഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് എൻ്റെ ഒരു സാക്ഷ്യം കൂടി നമുക്ക് തരികയാണ്. അത് നിങ്ങൾക്ക് ആത്മധൈര്യം തരുന്ന ഒരു ഘടകമാണ്. സുഖപ്പെടുത്താൻ പറ്റും. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, കേരളത്തിൽ മുമ്പ് 2 വലിയ കുഷ്ഠരോഗ കേന്ദ്രങ്ങൾ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയതാണ്. മിഷണറിമാരും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ചെറുകിടമായിട്ട് വേറെയൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് കൊല്ലത്ത് നൂറനാട്, മറ്റൊന്ന് തൃശ്ശൂർ എറണാകുളം അതിർത്തിയിൽ കൊരട്ടിയിൽ. ഈ 2 സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. അവിടെ പല സ്റ്റേജിലുള്ള കുഷ്ഠരോഗികളുണ്ടായിരുന്നു. പല സ്റ്റേജിലുള്ള ചിലർക്കൊക്കെ ലക്ഷണങ്ങൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ അവർക്ക്. അപ്പോൾ അവർക്കൊരു വികൃതമായ രൂപങ്ങൾ വന്നിട്ടില്ല. കൂടുതൽ പേരും അത്തരത്തിലുള്ളവരായിരുന്നു. ആ ഒരവസ്ഥയിൽ തന്നെ തിരിച്ചറിഞ്ഞ് വീട്ടുകാർ കൊണ്ടൊന്നാക്കിയതോ വീട്ടുകാർ പുറന്തള്ളിയവരോ ഒക്കെ ആയിരുന്നു. അവർ ചിലരിൽ, ഞാൻ ഈ ഹോമിയോപ്പതി വായിച്ചു തുടങ്ങിയ ശേഷമാണ് ഞാൻ കൂടുതലും ഈ കൊരട്ടിയിൽ, നൂറിനാട് ഒരു തവണയേ പോയിട്ടുള്ളൂ, കൊരട്ടിയിൽ ഞാൻ മാസം തോറും പോകുമായിരുന്നു ചില ആളുകളെ നിരീക്ഷിക്കാൻ തന്നെ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലുള്ള ആളുകൾ മൂക്ക് പതിഞ്ഞിട്ട്, അവരോട് ഞാൻ ഒരു എറണാകുളത്ത് നല്ല നഗരത്തിൽ എൻ്റെ അമ്മയുടെ വീടിനടുത്തുനിന്നുള്ളൊരു അന്നൊരു 10-70 വയസ്സുള്ള സ്ത്രീ ഉണ്ടായിരുന്നു. അവർ ധാരാളം സംസാരിക്കും. അവർക്കൊരു മടിയൊന്നുമില്ലാതെ അവരുടെ പൂർവ്വകാല ചരിത്രമൊക്കെ പറയുമായിരുന്നു. അവരിതേപോലെ മൂക്ക് ദ്രവിച്ചു തുടങ്ങി, മൂക്കിൽ നിന്ന് ദുർഗന്ധം, അസ്ഥികൾ പോകുന്നൊരവസ്ഥ, അതിനെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ ഓറമല്ല, കാരണം ഓറത്തിൻ്റെ ഒരു മെൻ്റൽ കണ്ടീഷൻ അല്ലെങ്കിൽ ജനറൽ കണ്ടീഷൻ അവർക്കില്ല. ആ ജീവിതത്തോടൊരു വിരക്തിയും കാര്യങ്ങളൊന്നുമില്ല. അവർ ജീവിതത്തെ ആഗ്രഹിക്കുകയും ജീവിതത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നൊരു സ്ത്രീയായിരുന്നു അവർ. വീട്ടുകാരെ കാണണം, ആരും വന്നിരുന്നില്ല. അപ്പോൾ അവരെ കാണണം, അവരോട് വിശേഷം പറയണമെന്നൊക്കെ എന്നോട് പറയുമായിരുന്നു. ഐ വൺസ് ക്യൂർഡ് എ മാൻ ആഫ്റ്റർ ദ ബോൺസ് വെർ കംപ്ലീറ്റ്ലി സോഫ്റ്റൻഡ്. അപ്പോൾ അസ്ഥികൾ പൂർണ്ണമായിട്ടും തന്നെ മൃദുവായി പോയ ഒരാളെ ഞാൻ സുഖപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ എൻ്റെ പറയുകയാണ്. So that when the nose was handled, it would bend right over.
മൂക്കിലൊന്ന് പിടിച്ചാൽ മതി, അത് വളഞ്ഞു പോകും, അപ്പം തന്നെ വളഞ്ഞു പോകും. ഓൺലി എ സോഫ്റ്റ് കാർട്ടിലേജിനസ് സ്ട്രക്ചർ ഹെൽഡ് ദ നോസ് ഇൻ പ്ലേസ്. ആ ഒരു തരണാസ്ഥിയുടെ ഒരു ഭാഗമുണ്ടല്ലോ മൂക്കിന്, അത് മാത്രമാണ് മൂക്കിനെ ആ ഒരു സ്ഥാനത്ത് നിർത്തിയിരുന്നത്. ബാക്കിയൊക്കെ ദ്രവിച്ചു പോയി. ഐ ഗേവ് ദാറ്റ് പേഷ്യൻ്റ് ഹെപ്പാർ കൊടുത്തു. ഇറ്റ് ക്യൂർഡ് ഹിം ഓഫ് സിഫിലിസ് ആഫ്റ്റർ ഹി ഹാഡ് ബീൻ ഫിൽഡ് ഇൻ വെയിൻ വിത്ത് മെർക്കുറി. അപ്പോൾ സിഫിലിസിന് മെർക്കുറി ട്രീറ്റ്മെൻറ്റ് അയാൾക്ക് ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇൻ വെയിൻ, വ്യർത്ഥമായിട്ട്, നിരർത്ഥകമായിട്ട്, നിഷ്പ്രയോജനകരമായിട്ട് മെർക്കുറി അയാൾക്ക് കൊടുത്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അയാളുടെ മൂക്കിലെ അസ്ഥികളൊക്കെ ദ്രവിച്ചു പോവുകയും ചെയ്തു. അയാളുടെ സിഫിലിക് നേച്ചറിനെ ഞാൻ സുഖപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ എൻ്റെ പറയുകയാണ്. ഇനി കൊട്ടേഷനാണ്. കൊറേസ തിക്ക് ഡിസ്ചാർജ് ലൈക്ക് വൈറ്റ് ഓഫ് എഗ്. മുട്ടയുടെ വെള്ള പോലെയുള്ള ഡിസ്ചാർജ് മൂക്കിൽ നിന്നും. മ്യൂക്കസ്, വീണ്ടും കൊട്ടേഷനാണ്. മ്യൂക്കസ് ഡിസ്ചാർജ് ഫ്രം പ്രൊസ്റ്റീരിയർ നെയേഴ്സ് ഇൻ മോർണിംഗ്. തൊണ്ടയിലേക്ക് മൂക്കിനെ ബന്ധിപ്പിക്കുന്ന ആ നാളിയിൽ നിന്നും പ്രഭാതത്തിൽ കഫം പുറത്തു വരുന്നു. അപ്പോൾ തൊണ്ടയിലേക്കായിരിക്കും അത് വരുന്നത്. ടിപ്പ് ഓഫ് നോസ് നോബി റെഡ് ലൈക്ക് ലാക്കസിസ്. സ്ട്രോബെറി നോസ്. സ്ട്രോബെറി പോലെ ഇരിക്കുന്ന മൂക്കിൻ്റെ അറ്റം ഇങ്ങനെ ഒരു നോബ് പോലെ ഇരിക്കുന്നു. നമ്മളുടെ ഫാനിൻ്റെ ഒക്കെ റെഗുലേറ്റർ ആ ഒരു നോബ് അതുമാതിരി. ലിറ്റിൽ നോബ്സ് ഓൺ ദ നോസ് കമ്പോസ്ഡ് ഓഫ് വെരിക്കോസ് വെയിൻസ് ഇൻ ഹാർട്ട് കേസസ്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് വെരിക്കോസ് വെയിനുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ നോബുകൾ മൂക്കിൽ വരുന്നു. ചെറിയ നോബുകൾ മൂക്കിൽ വരുന്നു. വിത്ത് ഡിസ്റ്റർബൻസ് ഓഫ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട്. ഹൃദയത്തിൻ്റെ വലതുവശത്തെ പ്രശ്നങ്ങൾ. സംടൈംസ് ഫൗണ്ട് ഇൻ ഓൾഡ് ഡ്രിങ്കേഴ്സ് ആൻഡ് ഇൻ ഹേർട്ട് അഫക്ഷൻസ് ജനറലി. അപ്പോൾ ഹൃദയമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പൊതുവേയും സ്ഥിരം കുടിയന്മാരിലും കാണുന്നൊരവസ്ഥ അത്. ഫേസ് റെഡ് ആൻഡ് സ്വളൻ. മുഖം ചുമന്നിട്ട് വിങ്ങിയിരിക്കുന്നു. ഓറം ഹാസ് ക്യൂർഡ് എപ്പിത്തീലിയം ഓഫ് ദ വിങ് ഓഫ് ദ നോസ് ആൻഡ് ലിപ്പ്. ചുണ്ടിലും മൂക്കിലും ഉള്ള തൊലിപ്പുറമേ വരുന്ന മുഴകളെ ഓറം സുഖപ്പെടുത്തിയിട്ടുണ്ട്. മൂക്കിൻ്റെ മൂക്കിൻ്റെ രണ്ട് ദ്വാരങ്ങളെയും വേർതിരിക്കുന്ന ആ ഭിത്തിയിൽ അവിടെ വരുന്ന മുഴകൾ. റിമെമ്പർ ദ ഹൊറിബിളി ഒഫൻസീവ് ഓർഡർ ഫ്രം ദ നോസ്. ലോസ് ഓഫ് സ്മെൽ ഫോളോയിങ് പെയിൻസ് ഇൻ നാസൽ ബോൺസ്, നാസൽ കാറ്ററ. മൂക്കിലെ അസ്ഥികളിലുള്ള വേദന, മൂക്കിൽ നിന്നുള്ള വരവ്, അതിനെ തുടർന്നുണ്ടാകുന്ന മൂക്കിൻ്റെ ഗന്ധം നഷ്ടപ്പെട്ടു പോകൽ, വളരെ ദുർഗന്ധമുള്ള ഹൊറിബിളി ഒഫൻസീവ്, ഭയാനകമായ ദുർഗന്ധം. ഈ കൊട്ടേഷനാണ്. അൾസറേറ്റഡ് അഗ്ലൂട്ടിനേറ്റഡ് പെയിൻഫുൾ നോസ്ട്രിൽസ്. മൂക്കിൻ്റെ ദ്വാരങ്ങൾ അവിടെ വ്രണങ്ങളുണ്ടാകുന്നു, ഒട്ടിപ്പിടിക്കുന്നു, വേദനയുണ്ട്. വീണ്ടും കൊട്ടേഷനാണ്. ക്രസ്റ്റഡ് നോസ്. മൂക്കിൽ പൊട്ടകൾ. വീണ്ടും കൊട്ടേഷനാണ്. നോസ് ഫീൽസ് ഒബ്സ്ട്രക്റ്റഡ് ആസ് ഇൻ ഡ്രൈ കൊറൈസ. വരണ്ട ആ ഒരു അവസ്ഥയിൽ മൂക്ക് വരണ്ടിട്ട് സ്രവങ്ങളില്ല, അവിടെ മൂക്ക് അടഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നു. With nearly all these nose affections, the patient is bowed down with sorrow, full of grief. Black clouds hang over him and he wants to die. ഇത്തരം അവസ്ഥകളിലൊക്കെ ഓറത്തിൻ്റെ ഒരു ജനറൽ കണ്ടീഷൻ, പൊതു മാനസികാവസ്ഥ കൂടി ചേർന്ന് വരണം. അതിൻ്റെ എത്രയോ ഔഷധങ്ങൾ ഇത്തരം ഔഷധങ്ങളുണ്ട്. ഓർമ്മറ്റായിരിക്കും ആണെങ്കിൽ ഓർമ്മറ്റായിരിക്കുന്നതിൻ്റെ ആ ഒരു ജനറൽ കണ്ടീഷൻ, ആ മെൻ്റൽ കണ്ടീഷൻ വേണം. അല്ല, സോറോ, ദുഃഖം, ഖേദം, അയാളുടെ ബോ ഡൗൺ, അയാൾക്ക് ദുഃഖം കൊണ്ട് അയാളുടെ ഹൃദയം ഇടിഞ്ഞു പോയി, അയാളുടെ തല താഴ്ന്നു പോയി. ഫുൾ ഓഫ് ഗ്രീഫ്. അയാളുടെ മനസ്സിലാകെ കാർമേഘങ്ങൾ വന്ന് തിങ്ങിയിരിക്കുന്നു. മനസ്സിൽ പ്രകാശമില്ല. പ്രകാശത്തിന് വേണ്ടി അയാൾ ദാഹിക്കുകയാണ്. അയാൾക്ക് മരിക്കണം. വാണ്ട്സ് ടു ഡൈ. ലോത്തിങ് ഓഫ് ലൈഫ് ആൻഡ് വാണ്ട്സ് ടു ഫൈൻഡ് സം വേ ടു കമ്മിറ്റ് സൂസൈഡ്. ജീവിതത്തോട് വിരക്തി, വെറുപ്പ്, ജീവിതത്തെ വെറുക്കുന്നു. ആത്മഹത്യയിൽ എന്തെങ്കിലും വഴികൾ വേണം. ഇനി കൊട്ടേഷനാണ്. പഫി അണ്ടർ ഐസ്. കണ്ണിൻ്റെ കീഴെ വീർത്ത് വരുന്നു. വീണ്ടും കൊട്ടേഷനാണ്. ബ്ലൂ അബൌട്ട് നോസ് ആൻഡ് ലിപ്സ്. മൂക്കിലും ചുണ്ടുകളിലും നീല നിറം. വീണ്ടും കൊട്ടേഷൻ. ഫേസ് ഗ്ലോവിങ് റെഡ്. മുഖത്ത് തിളങ്ങുന്ന ചുവപ്പ് നിറം. ഇനിയും കൊട്ടേഷൻ. വയലന്റ് ബോറിംഗ് ഇൻ റൈറ്റ് സൈഗോമാറ്റിക് പ്രോസസ് വെൻ വാക്കിംഗ്. നടക്കുന്ന സമയത്ത് ഈ കവളസ്ഥിയോട് ചേർന്ന് വരുന്ന ആ അസ്ഥിയിൽ വല്ലാതെ ഇങ്ങനെ തുളയ്ക്കുന്ന പോലുള്ള വേദന. വീണ്ടും കൊട്ടേഷൻ. കാരിയസ് ടീത്ത്. പല്ലുകൾ ദ്രവിച്ച് പോടുണ്ടാകുന്നു. കൊട്ടേഷൻ തന്നെ തുടർച്ചയായിട്ട്. ടൂത്തേക്ക് അറ്റ് നൈറ്റ്. രാത്രി പല്ലുവേദന. വീണ്ടും കൊട്ടേഷൻ. ഫോൾ ബ്രീത്ത്. ദുർഗന്ധമുള്ള നിശ്വാസം. കൊട്ടേഷൻ.
സിഫിലിറ്റിക് അൾസേഴ്സ് ഇൻ പാലേറ്റ് ആൻഡ് ത്രോട്ട്, തൊണ്ടയിലും നാവിലും വായിലും ഒക്കെ സിഫിലിറ്റിക് അൾസർ, സിഫിലിസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വ്രണങ്ങൾ. വീണ്ടും കൊട്ടേഷൻ, ബോറിങ് ഇൻ ഹാർഡ് പാലേറ്റ്, വായുടെ മേൽഭിത്തിയിൽ, ആ കട്ടിയുള്ള ഭിത്തിയിൽ തുളയ്ക്കുന്ന പോലുള്ള വേദന. ദിസ് മെഡിസിൻ ഹാസ് ക്യൂർഡ് ക്രേവിംഗ് ഫോർ ആൽക്കഹോൾ, ദ ക്രേവിംഗ് ഫോർ ഡ്രങ്കാർഡ്സ്, ദ ക്രേവിംഗ് ഓഫ് ഡ്രങ്കാർഡ്സ്. കുടിയന്മാരിൽ മദ്യത്തോടുള്ള ആ ഒരു ആസക്തി, മദ്യത്തോടുള്ള ഒരു ക്രേവിങ്, അതിനെ ഈ ഓറം സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇത് മനസ്സിൽ വന്നപ്പോൾ ഞാൻ പലപ്പോഴും ഈ കുഷ്ഠരോഗികൾ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഞങ്ങളുടെയൊക്കെ ബാല്യത്തിൽ നാട്ടിലൊക്കെ എപ്പോഴും കുഷ്ഠരോഗികൾ യാചിക്കാൻ വേണ്ടി വരും. ഇവർ പലപ്പോഴും ഇവരൊരു കപ്പുമായിട്ട് ഭിക്ഷയാഴ്ച കിട്ടിയ പൈസയുമായിട്ട് രാത്രി ആയിക്കഴിഞ്ഞാൽ അന്ന് ചാരായ ഷാപ്പുണ്ട്, ചാരായം വിൽക്കുന്ന കടകളുണ്ട്, അതേപോലെ വ്യാജമദ്യം വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് ഇവർ പോകും. കിട്ടുന്ന പണത്തിൽ നിന്ന് ആദ്യം ചിലവാക്കുന്ന മദ്യത്തിനായിരിക്കും. അവിടെ സ്ഥിരമായിട്ട് വന്നിരുന്ന ചില ആളുകൾ, നമുക്കറിയാവുന്ന ആളുകളാണ്. അവിടെ ചോദിക്കുമ്പോൾ പറയും, മോനെ മദ്യപിക്കാതെ നിവൃത്തിയില്ല, മദ്യപിക്കാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവരുടെ മാനസികാവസ്ഥ അതാണ്. അല്ലെങ്കിൽ മരിക്കേണ്ടി വരും. സ്ഥിരമായിട്ട് അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ തമിഴനാണ്, വീട്ടുകാർ കയറ്റി വിട്ടതാണ്, ഒരു ഗ്യാങ്ങിൽപ്പെട്ട ആളാണ്. മരിക്കാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്, ഇങ്ങനെ സ്ഥിരം സ്ഥലത്ത് വരുന്നൊരു കാരണം അതാണ്. ഇത് നിങ്ങളൊക്കെ എന്നെ പരിചയമുള്ളവരാണ്, എന്തെങ്കിലും തരും, നിങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഇത് മദ്യപിക്കണം, പുകവലിക്കാനൊക്കെ ചുണ്ടുകളിൽ, എന്നാലും ബീഡി വായിൽ കടിച്ചു പിടിച്ച് അയാൾ വലിക്കും, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയെ, ആ ഒരു കുടിയന്മാരിൽ ആ ഒരു അവസ്ഥയെ ഈ ഒരു ഔഷധം ഓട്ടോമാറ്റിക്കായിരിക്കും ഹീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ജനറൽ കണ്ടീഷൻസ് യോജിച്ച് വരുമ്പോൾ മാത്രം. അപ്പോൾ നമുക്കിനി ഒരു എപ്പിസോഡ് ഈ അധ്യായം അവസാനിക്കും. എത്രത്തോളം ഉപകരിക്കുന്ന ഒരു ഔഷധമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് മെർക്കുറി കഴിച്ച് വരുന്ന രോഗാവസ്ഥകളിലോ അല്ലെങ്കിൽ സിഫിലിസ് വന്ന അവസ്ഥകളിലോ മാത്രമാണെന്ന് ധരിക്കരുത്. അങ്ങനെയല്ല, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സിലും തലമുറകൾ കഴിഞ്ഞു വരുന്ന ആ ഒരു കണ്ടീഷനിലൊക്കെ ഇത് പ്രയോജനകരമാണ്. അത് നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.